നമസ്കാരം. അസ്ട്രോളജിക്കൽ ലൈഫിലെ എല്ലാ ഗുരുജനങ്ങൾക്കും ബന്ധുമിത്രാദികൾക്കും 1000 നന്ദി, നമസ്കാരം. ഞാൻ ഡോക്ടർ എം ഷിബു നാരായണൻ, ബമ്പായം. 1202 പുതുവർഷ ആശംസകൾ നേരുന്നു. ചതയൻ നക്ഷത്രക്കാരുടെ പുതുവർഷ ഫലത്തെയാണ് പറയാൻ പോകുന്നത്. ചതയം കുംഭം രാശിപ്പെട്ട നാളാണ്. ഇപ്പോൾ കുംഭൻ രാശി കൂറുകാർക്ക് 7 ശനി എന്ന് പറയുന്ന ഒരു ദോഷം ഉണ്ട്. 2028 കൂടി മാത്രമേ 7 മാറി കിട്ടൂ. അതുവരെ നിങ്ങൾക്ക് ഇത്തിരി പ്രയാസങ്ങളുള്ള സമയമാണ്. 2026 6 മാസം 2 തീയതി മുതൽ 2027 6 മാസം 26 വരെ വേഴഗ്രഹം മാറി നിൽക്കുന്ന സമയമാണ്. പിന്നെ 2 ഗ്രഹങ്ങളാണ് നിങ്ങൾക്ക് പഴച്ചിരിക്കുന്ന ജന്മത്തിലെ രാഹുവുമുണ്ട്. അപ്പോൾ 3 ഗ്രഹങ്ങളാണ് പഴച്ച് നിൽക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഈ കാലഘട്ടങ്ങളിൽ വളരെ ശ്രദ്ധിച്ച് നമ്മൾ പോകേണ്ടതായിട്ടുണ്ട്. രാഹു ആരുടത്തിൽ നിന്ന ശത്രുക്കളുണ്ടാവും, അലസതയുണ്ടാവും, ദേഷ്യം ഉണ്ടാവും. എല്ലാ കാര്യത്തിനും വളരെ ചാടി ഓടി നിൽക്കുന്ന നാളാണ് ഈ ചതയം. ഗുരുദേവന്റെ നാളാണ്. ഭയങ്കര ആത്മീകം, ദൈവികം, ഭക്തിയൊക്കെ ഉള്ള നാളും കൂടെയാണ്. അവരുടെ ഭക്തി കൊണ്ടും സ്നേഹം കൊണ്ടും ബഹുമാനം കൊണ്ടും ഒക്കെ നമുക്ക് കുഴപ്പം ബാധിക്കില്ല. എല്ലാ ദൈവങ്ങളുടെയും അനുഗ്രഹമൊക്കെ നമുക്ക് എപ്പോഴും ഉണ്ടാകുന്ന ഒരു നാളാണ്. തിരുവാതിര, ചോതി, ചതയ നക്ഷത്രക്കാരാണ് ലോകത്തിലെ ഏറ്റവും വലിയ സ്വാമിമാർ, അറിയപ്പെടുന്ന സ്വാമിമാർ. അപ്പോൾ ശ്രീനാരായണ ഗുരുദേവന്റെ നാളാണ് ചതയം. അപ്പോൾ നമുക്ക് ആത്മീകം കൊണ്ടും ദൈവികം കൊണ്ടും സ്നേഹം കൊണ്ടും ഉപദേശം കൊണ്ടും ഒക്കെ കാര്യങ്ങൾ നേടി ജയിക്കുന്നത് കൊണ്ട് നമുക്കൊരു പ്രയാസം ഇല്ലെങ്കിലും നമ്മൾ അധ്വാനം പരിശ്രമം കൊണ്ട് കിട്ടേണ്ടുന്ന ഗുണങ്ങൾ കിട്ടണില്ല എന്നുള്ള ഒരു പ്രയാസമുണ്ട്. കാരണം 7 ശനി തീർന്ന നമുക്ക് നല്ല ഗുണങ്ങൾ കിട്ടും. 7 ശനി എന്ന് പറയുന്നത് നാനാ രോഗം ഒന്ന് മാറി ഓരോ അസുഖങ്ങളും, സുഖത്തിനും സാമ്പത്തികം, ദാമ്പത്യം, എത്ര പൈസ കിട്ടിയാലും സാമ്പത്തിക പുരോഗതിക്ക് തടസ്സങ്ങളും, ദാമ്പത്യം ഭാര്യയും ഭർത്താവും കുടുംബവും ബന്ധുക്കളും ഒക്കെ ആയിട്ട് ഉടക്കും വഴക്കും, ഭാര്യ വേണ്ടെന്നും ഭർത്താവ് വേണ്ടെന്നൊക്കെ പറഞ്ഞില്ലെങ്കിലും അങ്ങനെയൊക്കെ ചിന്തിച്ചു പോകും. അങ്ങനെ സ്ത്രീകളെ കൊണ്ടും ബന്ധുക്കളെ കൊണ്ടുമുള്ള സുഖത്തിന് ആണുങ്ങളല്ല പെണ്ണുങ്ങളാണ് കൂടുതലും 7 ശനി സമയത്ത് ശത്രുവാണ്. കാരണം അത് ഈ രാമലക്ഷ്മണന്മാർക്ക് അച്ഛൻ സ്വത്തും വകയും അധികാരവും ചെങ്കോലും കിരീടവും ഒക്കെ കൊടുത്ത് സഹായിച്ചു. സഹോദരങ്ങളും കൂടെ നിന്നതേ ഉള്ളൂ. സഹോദര സഹായവും കിട്ടും. പിന്നെ ആരാണ് മന്ദരയും കൈകേയും അമ്മയും വേലക്കാരിയും കൂടെ ചെയ്ത പണിയാണ് രാജ്യം പോയി ഭരണം പോയി എല്ലാം പോയി. അപ്പം നിങ്ങൾക്ക് ചില സ്നേഹവും ബഹുമാനവും ഇഷ്ടമൊക്കെ ഉള്ളവർ കലപിച്ചു പോവുകയും ഉള്ളവർ സ്നേഹം കാണിച്ചുള്ളത് പിടിച്ചു വാങ്ങിക്കാൻ ശ്രമിക്കുകയും സ്വന്തം അമ്മ പോലും നമുക്ക് തന്നത് തിരിച്ചു വേണമെന്ന് ആവശ്യപ്പെടുകയും നമ്മളാ വാശി കൊണ്ട് നിങ്ങളെ പുല്ലെല്ലാം കിടന്ന് മുറിഞ്ഞ് കളയിട്ട് പോവുകയും ഒക്കെ ചെയ്യുന്ന സമയമാണ്. അപ്പോൾ ഈ 7 ശനി തീരുന്നത് വരെ നമ്മളൊന്ന് ശ്രദ്ധിക്കുക. വണ്ടി ഓട്ടിക്കുന്നത്, പൈസ ഇടപാടുകൾ, സാമ്പത്തിക ഇടപാടുകൾ, വിദേശ യാത്ര, ബിസിനസ് എല്ലാം നമുക്ക് വിചാരിച്ചതുപോലെ മെച്ചം വരില്ല. അതുകൊണ്ട് ഉള്ള തൊഴിൽ നമ്മൾ കളയരുത്. ചെറിയൊരു ജോലി കിട്ടിയാലും പുതിയ ജോലിക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത് തെറ്റില്ല. ഉള്ള ജോലി കാണാനായിട്ട് വേറൊരു ജോലിക്ക് വേണ്ടി ഇപ്പം ഞാൻ പോയാൽ കിട്ടുമെന്ന് കൊണ്ട് ചാടി ഇറങ്ങിയാൽ പിന്നെ നമുക്ക് നീന്തി കയറാൻ പറ്റാത്ത തരത്തിലുള്ള പ്രശ്നങ്ങളിലായിരിക്കും ചെന്ന് ചാടുന്നത്. നല്ല സാലറി കിട്ടണില്ല, പ്രോഫിറ്റ് കിട്ടണില്ല, മെച്ചം കിട്ടണില്ല, മാർക്ക് കിട്ടണില്ല എന്നൊക്കെ തോന്നിപ്പോൾ. ഉള്ള ജോലിയിലും നമുക്കൊരു മെച്ചം കിട്ടുന്നില്ല എന്നൊക്കെ തോന്നും. ഉള്ള ജോലി മതി, പുതിയ ജോലി കിട്ടുന്നത് വരെ പരിശ്രമിക്കുക. ഉള്ള ജോലി സ്ഥലത്ത് നമ്മൾ നല്ല രീതിയിൽ ആ ജോലികൾ ചെയ്താൽ അവിടെ തന്നെ പ്രൊമോഷനും സാലറിയും പ്രോഫിറ്റും കമ്മീഷനും ഒക്കെ കിട്ടും. അത് നിങ്ങൾ വിചാരിക്കണില്ല. നല്ല വർക്കറാണ്, നല്ല കഴിവുള്ള ആളാണ്, നല്ല മിടുക്കരാണ് നിങ്ങൾ. പക്ഷേ ഈ അലസത കാണിക്കുന്ന ശനിയുടെ കുഴപ്പം കൊണ്ടാണ്. അപ്പോൾ വേഴഗ്രഹം 6 കൂടെ നിൽക്കുകയാണ്. അതുകൊണ്ട് ഈ കൊല്ലം ഋണാർത്ഥ ചോര, ക്ഷത, രോഗ, ശത്രു എന്നാണ്. കുറച്ച് കടം കൂടും. കടമെന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് വിഷമം വരും. അപകടമാണോ കടമാണോ? ഏറ്റവും വലിയ കുഴപ്പമെന്ന് വെച്ചാൽ അപകടമാണെങ്കിൽ വാരിക്കെട്ടി മെഡിക്കൽ കോളേജിൽ കൊണ്ട് കൊടുത്ത ആവശ്യങ്ങൾ ശരിയാക്കി തരും. കടം തീർക്കാൻ ഒരു ആശുപത്രിയില്ല. കടം കൊണ്ടാണ് ഏറ്റവും കൂടുതൽ കർഷകന്മാർ മരിച്ചിരിക്കുന്നത്. അപകടം കൊണ്ട് കർഷകന്മാർ കുറച്ചേ മരിച്ചിട്ടുള്ളൂ, പക്ഷേ കടം കൊണ്ടാണ്. അതുകൊണ്ട് നിങ്ങൾ കൂടുതൽ കടങ്ങൾ വാങ്ങിച്ച് മണ്ടേ വയ്ക്കരുത്. കടം വാങ്ങിക്കാം. ഏതിന് വാങ്ങിക്കാം? വീട് വയ്ക്കാൻ, വസ്തു വാങ്ങിക്കാൻ, വണ്ടി വാങ്ങിക്കാനൊക്കെ കടം വാങ്ങിക്കാം. കാരണം നമുക്ക് മുതലുണ്ട്. ഒരു പക്ഷേ കടമാണെങ്കിൽ ഇത് വിറ്റാൽ കടം തീർക്കാൻ പറ്റും. പിന്നെ നമ്മൾ
മാസം തോറും അടയ്ക്കേണ്ട EMI ഒക്കെ ചിലപ്പോൾ ഇതിൻ്റെ ആദായം കൊണ്ടാ, വാടക കൊണ്ടാ, കാര്യം കൊണ്ടൊക്കെ നമുക്ക് എങ്ങനെയെങ്കിലുമൊക്കെ മേക്കപ്പ് ചെയ്യാനും പറ്റും. അതുകൊണ്ടാണ് ഈ ദോഷ സമയമുള്ള ഒരു വീട് വാങ്ങിര്, വസ്തു വാങ്ങിര്, വണ്ടി വാങ്ങിച്ചിട്ട് നമ്മളിന്ന് പുതിയൊരു വണ്ടി വാങ്ങിച്ച് നാളെ കൊടുത്താൽ പകുതി വില കിട്ടും. അപ്പോൾ വണ്ടി കച്ചവടം അത്ര പോരാ, എങ്കിലും നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ സൂക്ഷിക്കണം. അങ്ങനെ ക്ഷത, രോഗ, ക്ഷതം മറിഞ്ഞു വീണ് കൈകാല് ഓടിയുന്നതിനെയൊക്കെ ക്ഷതമെന്ന് പറയും. ഹോസ്പിറ്റലിൽ പോയാൽ നമുക്ക് സർജറിയൊക്കെ വേണമെന്ന് പറയും. ഒരു കുഴപ്പമില്ലെങ്കിലും ചെറിയൊരു മോക്കുരു വന്നാലും അത് പഴുത്താതെ കീറണമെന്ന് പറയും. അങ്ങനെയൊക്കെ ചെറിയ അസുഖങ്ങൾക്ക് പോലും വലിയ ട്രീറ്റ്മെൻറ്റ് വേണമെന്ന് പറയും. രോഗങ്ങളും ശത്രുക്കളും ഒക്കെ കൂടുതൽ വരും. ശത്രു എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, എനിക്ക് എവിടെ ചെന്നാലും പാരയും ശത്രുവുള്ള ഒരു സമയമാണ്. അതുകൊണ്ട് എല്ലാവരോടും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് നയപ്പെട്ട് സ്നേഹപ്പെട്ട് പോകണം. നമ്മളൊരു സ്ഥാപനത്തിൽ പോയാലും ഇൻ്റർവ്യൂവിന് പോയാലും സെക്യൂരിറ്റിക്കാരനെ പോലും നമ്മൾ വിരോധിക്കലും. അവൻ്റെ സാറേ എന്നാ ചേട്ടാനൊക്കെ വിളിച്ച കാര്യം പറഞ്ഞാൽ നേരെ പോയി മാനേജറെ പോയിട്ട് എൻ്റെ ബന്ധുവാണ് സാർ, അവനെ ഒന്ന് പരിഹരിക്കണമെന്നെങ്കിലും പറയും. അതാണ് നമുക്ക് ഈ സമയത്ത് നമുക്ക് സ്നേഹം കൊണ്ട് നമുക്ക് നേടാൻ പറ്റുന്ന കാര്യം. അപ്പോൾ അതേപോലെ എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് സ്നേഹം കൊണ്ടും സഹതാപം കൊണ്ടും വശ്യത കൊണ്ടും ഒക്കെ നമ്മൾ നേടിയെടുക്കാൻ കഴിയും. നമുക്ക് എന്തിനുണ്ട് ശരിക്കും പറഞ്ഞാൽ, നമ്മളെത്ര വലിയ കഴിവും വിദ്യാഭ്യാസവും ഉള്ള ആളാണെങ്കിലും നമ്മളെ രക്ഷിക്കാൻ നമ്മൾ വിചാരിച്ചാലേ പറ്റൂ, വേറൊരാൾ വിചാരിച്ചാൽ പറ്റൂ. നമുക്ക് ബുദ്ധിയുണ്ട്, കഴിവുണ്ട്, വിദ്യയുണ്ട്, എല്ലാം ഉണ്ട്. ജോലി കിട്ടൂ എന്ന് ചിലവർ ചോദിക്കും. ജോലി പോണ സമയമാണെന്നും കൂടി അറിഞ്ഞിരിക്കണം. കിട്ടാൻ പാട് ആണ്. നിങ്ങൾക്ക് പനി കിട്ടുമെന്ന് പറയുന്നതായിരിക്കും ശരി, എന്ന് വെച്ചാൽ തന്നെ ദോഷം വരുമെന്നുള്ളത്. ഉള്ള ജോലി കളയാതെ നമ്മളെ രക്ഷിക്കാൻ നമ്മൾ വിചാരിക്കും. ഞാൻ പരീക്ഷയ്ക്കും മത്സരത്തിനൊക്കെ പോണവർ ഭഗവാനെ കൂടെ വിളിച്ചുകൊണ്ട് പോകണം. എന്ന് വെച്ചാൽ ഗണപതി പൂജ, ഭഗവതി പൂജ, ഐശ്വര്യ പൂജ ഇതൊക്കെ ചെയ്യണം. അര മാർക്ക്, 1 മാർക്കിനൊക്കെ ക്ലാസ്, റാങ്ക്, ഡിസിഷൻ, A+ സെലക്ഷൻ ഇതൊക്കെ കിട്ടാൻ തടസ്സം വരും. എന്നും കൊണ്ട് നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടൂലെന്നാ ജോലി കിട്ടൂലെന്നാ വരുന്നില്ല. കാരണം മാർക്ക് കുറഞ്ഞു പോയാലും ചിലപ്പോൾ നമുക്ക് പ്രതീക്ഷിച്ചതുപോലുള്ള വിജയം കിട്ടിയില്ലെങ്കിലും ജോലി കിട്ടിയാൽ പോലെ അതൊക്കെ കിട്ടാനുള്ള സാഹചര്യങ്ങളുണ്ടാകും. കാരണം എന്താണ്, 7 ശനിയുടെ കടും ദോഷം എന്ന് പറയുന്നത് 2025 മാർച്ച് വരെ ആയിരുന്നു. അപ്പോൾ 7 ശനിയുടെ കൊല്ലണ സമയത്ത് നമ്മൾ രക്ഷപ്പെട്ട് ജീവിച്ചിരിക്കണമെങ്കിൽ അത്രയും വലിയ ദോഷമൊന്നുമല്ല ഈ അവസാന ഘട്ടം. അതുകൊണ്ട് നമുക്ക് ശാസ്താവിനെ ഭജിക്കണം, മുരുകനെ, കാലഭൈരവനെയൊക്കെ ഭജിക്കണം, ദോഷങ്ങൾ മാറാൻ പ്രവർത്തിക്കും. പിന്നെ 10ാം മാസം മുതൽ 2026 10ാം മാസം മുതൽ ജനുവരി വരെ അവിടെ നമുക്ക് വേഴ ഈ 6ൽ നിന്ന് മാറി 7ലേക്ക് വരും. അവിടെ നിങ്ങൾക്ക് കുറച്ച് ഗുണം കിട്ടും. 2-3 മാസം എന്തൊരു കിട്ടാനൊന്ന് 10, 11 3 മാസം കൊണ്ട് എന്തൊരു ഗുണം കിട്ടാൻ ജ്യോത്സ്യരെന്ന് വിചാരിക്കും. കാരണം ഈ വർഷം 2027 കഴിഞ്ഞാൽ ഈ കുംഭരാശിക്കാർക്ക് വേഴഗ്രഹ 7ലാണ് വരുന്നത്. അത് നിങ്ങൾ ഓർമ്മിച്ചോണം. അപ്പോൾ ആ വേഴ 7ൽ 1 വർഷം കാണും. പിന്നെ ഇതിൻ്റെ ഇടയിൽ കൂടെ ഈ വർഷം തന്നെ നമുക്ക് വേഴഗ്രഹം 10ാം മാസം മുതൽ ജനുവരി വരെ നിൽക്കും. ആ ഒരു 3 മാസം നിങ്ങൾക്ക് ഭയങ്കര ഗുണം കിട്ടും. കാരണം ആ സമയത്ത് ഒരു ഇൻ്റർവ്യൂവിന് പോയാലാ, ടെസ്റ്റിന് പോയാലാ ജോലി കിട്ടും. അതൊരു വലിയ കാര്യമല്ലേ. ഒരു പരീക്ഷയ്ക്ക് പോയി ഹൈ മാർക്ക് കിട്ടും, അതൊരു വലിയ ഗുണമല്ലേ. 7ൽ വേഴം വരുമ്പോൾ വിവാഹകട സൗമ്യ സപ്തമകെ വിവാഹകടവാസമൊക്കെ കുടുംബസമൊക്കെ നഷ്ടപ്പെട്ടു പൈസ, ജോലി, അധികാരമൊക്കെ കിട്ടും. വിദേശത്ത് പോകുന്നവർക്ക് നിൽക്കണവർക്ക് ഐശ്വര്യം കിട്ടും, അഭിവൃദ്ധി കിട്ടും. അങ്ങനെ ചെറിയൊരു ഗുണമുണ്ട്. ഇതിൽ മൊത്തത്തിൽ 2027 6ാം മാസം 26 വരെ നമ്മൾ വളരെയധികം സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട്. പറയണത് കേട്ട് നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. നമുക്ക് നല്ല ഐശ്വര്യവും അഭിവൃദ്ധിയും പുരോഗതികളും കഴിവുള്ള ആളാണ്. പക്ഷെ ഈ സമയത്ത് ഇത്തിരി മങ്ങൽ നമ്മൾക്ക് ശനിക്കും വേഴത്തിനും പരിഹാരം ചെയ്ത് പ്രവർത്തിച്ചാൽ നമുക്ക് സീറയിൽ നിന്ന് ഹീറാവാം. അതിന് നമ്മൾ കുറച്ച് ഭക്തി വേണം, ജപങ്ങൾ വേണം. അങ്ങനെ ദേവീ നിഷേവ, ഗണനാഥ ഹോമ, ഭാഗ്യ ഐക്യമത്യപ്രദ സൂക്തജപാഹ ആപന്നിവർത്തൈ ധനധാന്യ അഭിവൃത്തൈ ദിവ്യാഭിഷേകാധികമത്വശുദ്ധൈ. 3ാമത് ഹോമം ഭഗവത് സേവ, മൃത്യുഞ്ജയ ഹോമം, ഭാഗ്യസൂക്തജപം, ഐക്യമത്വ സൂക്തജപം ഇതൊക്കെ നമ്മൾ നടത്തി. ദിവ്യശുദ്ധി എന്ന് പറയുന്നത് എന്താണ്, നമ്മളെ പഞ്ചഗവ്യം ചെയ്ത് ശുദ്ധിയാക്കണമെന്നല്ല. നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത് പോലും ഉദയ ബാധിച്ചു. അതിന് നമ്മൾ ഈ പുണ്യാകം വായിച്ചുകൊണ്ട് തളിക്കേ, പഞ്ചഗവ്യങ്ങളൊക്കെ ഉണ്ടാക്കി തളിക്കേ അതൊക്കെ പഴയ കാലത്ത് വീടുകളിൽ അതൊക്കെ ചെയ്യും. ചാണാനെങ്കിലും കലക്കി തളിക്കുമായിരുന്നു. ഇപ്പോൾ ചാണാനൊന്നും കാണാനുമില്ല, തളിക്കുക ആരുമില്ല. എന്തായാലും കയ്യിലൊക്കെ പിടിച്ചാൽ അത് ഭയങ്കര ദോഷമാണെന്ന്
വിചാരിക്കുന്ന പുതിയ തലമുറയാണ്. പഴയ ആൾക്കാരൊക്കെ ഉള്ളവരാണെങ്കിൽ അവരതൊക്കെ ചെയ്തു. അപ്പോൾ അങ്ങനെ നമുക്ക് നല്ല ഐശ്വര്യവും പ്രവൃത്തിയും പുരോഗതിയും കിട്ടുന്നതിന് വേണ്ടിയുള്ള പരിഹാരങ്ങൾ ചെയ്ത് പ്രാർത്ഥിച്ച് പ്രവർത്തിച്ചാൽ നിങ്ങളെ ഈ ഗ്രഹപ്പിഴകൾ മാറി നല്ലത് വരും. പല ജാതകവും കൂടെ ഒന്ന് പരിശോധിച്ച് നോക്കണം. ജാതകത്തിൽ നല്ല ദശാകാലങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് ഈ കുഴപ്പങ്ങൾ കൂടുതൽ ബാധിക്കില്ല. നമ്മൾ ജനനത്തീയതി, ജനിച്ച സമയം, ജനിച്ച ജില്ല, പേര്, നക്ഷത്രം ഇതൊക്കെ അയച്ചിരണം, ഫീസും അടയ്ക്കണം. അങ്ങനെ കാലഭൈരവ സ്വാമിയെ നമുക്ക് വഹിച്ചാൽ നല്ലതാണ്. എല്ലാ കർത്തവാവിനും രാവിലെ മുതൽ വൈകുന്നേരം വരെ അമ്പലം തുറന്നിരിക്കും. ഗണപതി പൂജ, ഭഗവതി പൂജ, മൃത്യുഞ്ജയം, യമരാജ പൂജ, അതേപോലെ പാല്, തൈര്, വെണ്ണ, കിളവം, കുങ്കുമൊക്കെ കൊണ്ടുള്ള അഭിഷേകങ്ങളൊക്കെ ഉണ്ട്. ഈ പൂജകൾ നടത്താൻ താല്പര്യമുള്ള ഭക്തജനങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കുക. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.